നമുക്ക് എത്രയോ വർഷം നമ്മൾ കഷ്ടപ്പെട്ടാൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ റെമോണറേഷൻ നമുക്ക് ബിഗ് ബോസിൽ 3 മാസം കൊണ്ട് കിട്ടി. പിന്നെ അവിടെ നിന്ന് കിട്ടുന്ന ഒരു ഭയങ്കര സർവൈവൽ ഷോ ആയിട്ടാണ് ഞാൻ കാണുന്നത് ബിഗ് ബോസ്. എന്റെ അനുഭവമാണ്. അപ്പൊ നമുക്ക് കുറെ കാര്യങ്ങള് ലൈഫിൽ എന്ത് വന്നാലും നേരിടാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ്. അതെ അതെ. ഇപ്പം നോക്കുകയാണെങ്കിൽ ഇപ്പൊ ബിഗ് ബോസിൽ ഇറങ്ങുമ്പോൾ ഒരുപാട് പേർക്ക് സൈബർ ബുള്ളിങ് അങ്ങനെയൊക്കെ ഉണ്ടാവും. എനിക്കുണ്ടല്ലോ, എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ചേച്ചി ഫാമിലിനെ വെച്ചിട്ട് ഒരുപാട് ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നേരിടാൻ ഒരു സ്ട്രെങ്ത് ഒക്കെ ബിഗ് ബോസ് ആക്ച്വലി ഞാൻ അകത്തേക്ക് പോകുന്നതിന് മുന്നേ അത്യാവശ്യം സൈബർ ബുള്ളിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടി ട്രെയിൻഡ് ആയിട്ട് ആണ് അകത്തേക്ക് പോയത്. പുറത്തിറങ്ങിയതിന് ശേഷവും അല്ല, ലൈക്ക് അവിടെ നിൽക്കുമ്പോഴും ഇങ്ങനെ ഇല്ലാത്ത കാര്യം നമുക്ക് പുറത്തിറങ്ങുമ്പോഴേ നമുക്ക് റിയാക്ട് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. കുറേ കാര്യങ്ങൾ വന്നു. അതൊരു പരിധിവരെ അവിടെ തന്നെ നിലനിൽപ്പിനെ എഫക്ട് ചെയ്തിട്ടുമുണ്ട്. പക്ഷെ എന്താ, ഞാൻ എപ്പോഴും അവിടെ പോകാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച ഒരാളാണ്. എനിക്ക് ദൈവം സഹായിച്ച് അവിടെ പോകാൻ പറ്റി.